കുഞ്ഞുനാളി തൊട്ട് തന്നെ അമ്മ എപ്പോഴും പറയാറുള്ളത്, ഈ റൂമിൽ എന്തിനാടാ വെറുതെ ഈ ലൈറ്റും ഫാനൊക്കെ ഇട്ടിരിക്കുന്നത്? നീ ഇവിടെ ഇല്ലല്ലോ, നീ ഇവിടെ നിന്ന് പോകുമ്പോ ഇതൊന്നും ഓഫ് ചെയ്തിട്ട് പൊക്കൂടെ, എന്തിനാ വെറുതെ കറണ്ട് ചാർജ് കളയുന്നേ? പിന്നീട് പറയാറുള്ളത്, നിനക്ക് ഈ ടി വി ഒന്ന് ഓഫ് ചെയ്തിട്ട് പൊക്കൂടെ, ആരുമില്ലാതെ ഇവിടെ ആരാ ടി വി കാണാതിരിക്കുന്നത്, നിനക്ക് നീ ടി വി കണ്ടു കഴിഞ്ഞെങ്കിൽ ഓഫ് ചെയ്തിട്ട് പൊക്കൂടെ, ഈ പൈപ്പ് ഒന്ന് നേരെ അടച്ചൂടെ, വെള്ളം വെറുതെ പൊക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതൊക്കെ കേട്ട് വളർന്ന ഒരു മകൻ ഒരു ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു ദിവസം നോക്കിക്കോ, നല്ലൊരു ജോലി കിട്ടിയിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് കളയും. കുഞ്ഞുനാൾ തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാ, ഞാൻ ഇത്രയും വളർന്നതിന് ശേഷവും ഈ അഡ്വൈസ് തന്നെയാണോ? അങ്ങനെ ജോലിക്ക് അപേക്ഷിച്ചു, ഇന്റർവ്യൂവിന്റെ ഡേറ്റ് എടുത്തു. അപ്പൊ അമ്മയുടെ അടുത്ത് പറഞ്ഞു നാളെ ഇന്റർവ്യൂ ആണെന്ന്. അപ്പൊ അമ്മ പറഞ്ഞു, നിനക്ക് ഉത്തരം അറിയില്ലെങ്കിലും നിന്റെ ആത്മവിശ്വാസം നീ കൈവിടരുത്, തീർച്ചയായിട്ടും അച്ചടക്കവും ആത്മവിശ്വാസവും നിനക്ക് ഈ ജോലി തീർച്ചയായിട്ടും നേടിത്തരും എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം ഇന്റർവ്യൂവിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ആദ്യം ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ കണ്ടത് അവിടെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. ഗാർഡന്റെ അടുത്ത് തന്നെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. ആ പൈപ്പിൽ നിന്ന് വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം ആദ്യം ചെന്ന് തന്നെ ആ പൈപ്പിനെ ക്ലോസ് ചെയ്തു. പിന്നീട് എൻട്രൻസിൽ ചെന്നപ്പോൾ അവിടെ ഒരു കാർപ്പറ്റ് ഉണ്ടായിരുന്നു. ആ കാർപ്പറ്റ് മടങ്ങിയിരിക്കുകയായിരുന്നു. അതിനെ ശരിയാക്കി നേരെ വെച്ചു. ഫ്രണ്ട് ഡെസ്കിൽ ചെന്നിട്ട് ചോദിച്ചു എവിടെയാണ് ഇന്റർവ്യൂ എന്ന്. അപ്പൊ അവര് പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറിലാണെന്ന്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെറുതെ ഒരു ലൈറ്റ് കിടക്കുന്നുണ്ട്. അപ്പൊ ആ ലൈറ്റിനെ അദ്ദേഹം ഓഫ് ചെയ്തു. അങ്ങനെ ഇന്റർവ്യൂ ബോർഡിലേക്ക് ചെന്നപ്പോൾ HR പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിനെ കണ്ടുകൊണ്ടേ പറഞ്ഞു, കൺഗ്രാറ്റുലേഷൻ, യു ആർ അപ്പോയിന്റഡ് എന്ന്. അദ്ദേഹം വളരെ ഷോക്കായിട്ട് ചോദിച്ചു, സാർ അതിന് എൻ്റെ അടുത്ത് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല, ഞാൻ ഉത്തരം ഒന്നും പറഞ്ഞില്ല, പിന്നെ എങ്ങനെയാ എനിക്ക് ഇവിടെ ജോലി കിട്ടുന്നതെന്ന്. അപ്പോൾ HR പറഞ്ഞു, ഞങ്ങളുടെ ഓപ്പറേഷൻ ടീം CCTV ക്യാമറയിൽ നോക്കുമ്പോഴും ഞങ്ങളുടെ CEO ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ ഞങ്ങളുടെ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരാൻ കഴിവുള്ള ഒരാളാണെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ പൈപ്പ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അത് പൈപ്പിനെ നേരെ ക്ലോസ് ചെയ്യും. നിങ്ങളുടെ ഡിസിപ്ലിൻ, നിങ്ങൾ ആ കാർപ്പറ്റ് നേരെ ഇടുകയും വെറുതെ കിടന്ന ലൈറ്റിനെ ഓഫ് ചെയ്യുകയും ചെയ്തപ്പോൾ മനസ്സിലായി ഞങ്ങളുടെ കമ്പനിക്ക് പ്രോഫിറ്റ് നേടിത്തരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്. അപ്പോഴേ അദ്ദേഹം ചിന്തിച്ചു, അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങൾ എത്ര ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്ന്. എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആറ്റിറ്റ്യൂഡാണ് നമ്മളുടെ ലൈഫിന്റെ ആൾട്ടിറ്റ്യൂഡിനെ തീരുമാനിക്കുന്നത് എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.